ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. അത് വളരെ സങ്കടകരമായ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉത്തരവാദിത്തപരം അല്ലാത്ത രീതിയിൽ നിരുത്തരവാദപരമായി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പ്രകൃതിയിൽ എത്രത്തോളം ദോഷമുണ്ടാക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു കാഴ്ച കൂടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുക. ഈ കിടക്കുന്നത് ഒരു ആമയാണ്. അതായത് ഭൂമിയിൽ അല്ലെങ്കിൽ ജലത്തിൽ 100 വർഷത്തിൽ കൂടുതൽ ഭൂമിയിൽ ഏറ്റവും ആയുസ്സുള്ള ജീവിയാണ് ഈ കിടക്കുന്നത്. ഈ കാഴ്ചയാണിത്. അപ്പോൾ ഇത് ഇങ്ങനെ ചത്ത് കിടക്കാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരോ വലിച്ചെറിഞ്ഞ ഒരു ഷർട്ടിൻ്റെ ഉള്ളിൽ കൂടെ പാസ്സായിട്ട് അത് ഷർട്ടിൻ്റെ കയ്യിലൂടെ പാസ്സാവാൻ വേണ്ടി നോക്കി. വെള്ളത്തിൽ വലിച്ചെറിഞ്ഞ ഷർട്ടാണ്. ആ ഷർട്ടിൻ്റെ കൈ ഉണ്ടല്ലോ, ആ കൈയിലുള്ളിലൂടെ പാസ്സാകാൻ നോക്കി. തലയും 2 കൈയും പാസ്സായി, ബാക്കി ഭാഗം പാസ്സായില്ല. അതവിടെ കുടുങ്ങി. അവിടെ കുടുങ്ങിയിട്ട് ആണിത് മരിക്കാൻ കാരണം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ദ്രോഹം, അതായത് നമുക്ക് വേണ്ടാത്ത സാധനങ്ങൾ, നമ്മുടെ വേസ്റ്റ് എന്ന് പറയുന്നത് പ്രകൃതിയിലേക്കോ ഏതെങ്കിലും ഓടയിലേക്കോ പുഴയിലേക്കോ വലിച്ചെറിഞ്ഞാൽ കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്ന വൃത്തികെട്ട മനുഷ്യരുണ്ടല്ലോ, അങ്ങനെയുള്ള ആളുകളാണ് ഈ ലോകത്ത് ശാപം എന്ന് പറയുന്നത്. അതായത് സ്വന്തം വേസ്റ്റ് സംസ്കരിക്കാൻ പറ്റാത്ത ആൾക്കാർ, പുഴയിൽ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനെയുള്ള ദ്രോഹികൾ കാരണമാണ് ഇതുപോലെയുള്ള ജീവികളൊക്കെ ചത്തു പോകുന്നത്. അതായത് പുഴയിൽ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഒരുപാടുണ്ടായിരുന്ന ആമകളാണ് ഇന്ന് വംശനാശം സംഭവിച്ച് വിരലിൽ എണ്ണാവുന്നവ പോലും കാണാൻ പറ്റാറില്ല. അപ്പോൾ അത്രയും വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ആമ, അതാണ് ഈ 100 വർഷത്തിൽ കൂടുതൽ ആയുസ്സുള്ള ആമ, അതാണ് ഈ ഒരു ഷർട്ടിൻ്റെ കയ്യിൽ കിടന്ന് മരിച്ചിട്ടുള്ളത്. അതായത് അതിന് വേറൊരു ഓപ്ഷനും ഇല്ല. അതിന് രക്ഷപ്പെടാൻ അതിന് ബുദ്ധി ഉപയോഗിച്ച് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. അതിൽ കുടുങ്ങിപ്പോയി ചത്തുപോയി. ഇതാണ് കാഴ്ച. അപ്പോൾ ഇങ്ങനെയുള്ളതൊന്നും ചെയ്യരുത്. നമ്മൾ പ്രകൃതിയിലേക്ക് വേസ്റ്റ് വലിച്ചെറിയാതെ നോക്കുക. മാക്സിമം അത് സംസ്കരിക്കാനുള്ള ബുദ്ധിയെങ്കിലും കാണിക്കുക. ചോറ് തിന്നുന്ന ബുദ്ധിയെങ്കിലും മനുഷ്യന് ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ ഈ പ്രകൃതിയിൽ ഈ പുഴകളും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാത്രമുള്ളതല്ല. അത് ഈ സമൂഹത്തിൽ ഈ പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും വസിക്കാനുള്ളതാണ്. നമ്മൾ നശിപ്പിച്ച് കളയുമ്പോൾ നമ്മുടെ ഒരു മാലിന്യം അല്ലെങ്കിൽ വേസ്റ്റൊക്കെ നമ്മൾ ഈ പുഴയിൽ കൊണ്ട് തള്ളുമ്പോൾ അതിൻ്റെ പുറകിൽ മറ്റൊരു ജീവിക്ക് ജീവൻ നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള കാഴ്ചയും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലെ ഇത്രയ്ക്കും വൃത്തികെട്ട ജീവികൾ വേറെ ലോകത്തിൽ ഭൂമിയിലില്ല. കാരണം ഇത്രയും പ്രകൃതിയോട് ദ്രോഹം ചെയ്യുന്ന ജീവികൾ മനുഷ്യരെ പോലെ വേറെ ഒരു ജീവിയില്ല. നമ്മളാണ് ഏറ്റവും കൂടുതൽ പ്രകൃതിയോട് ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെയുള്ള ജീവികളൊക്കെ ചത്തുപോകാനുള്ള കാരണവും വംശനാശം സംഭവിച്ചു പോകാൻ ഉള്ള കാരണം. ഇതൊക്കെ ഭൂമിയിൽ നിലനിൽക്കേണ്ടതാണ്. ഇതൊക്കെ നിലനിന്നാലേ നമുക്കും നിലനിൽപ്പുള്ളൂ എന്നുള്ളൊരു ചിന്തയെങ്കിലും നമുക്കുണ്ടായാൽ നല്ലതാണ്.